നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. പേഴിക്കാപ്പള്ളി പള്ളിച്ചിറങ്ങരയിൽ KSRTC ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം. ഞായറാഴ്ച വൈകിട്ടുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. ചെറുവട്ടൂർ പോണാക്കുടിൽ സുബൈറാണ് മരിച്ചത്. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര. പ്രിയദർശിനി പദ്ധതിക്ക് മൂവാറ്റുപുഴയിൽ തുടക്കം. ഉദ്ഘാടനം ചെയ്ത് മാത്യു കുഴൽനാടൻ MLA. നഗരസഭയുടെ ഡംപിംഗ് യാർഡിൽ സന്ദർശനം നടത്തി LDF കൗൺസിലർമാർ. 3 മാസമായിട്ട് യന്ത്രങ്ങൾ തകരാറിലാണെന്നും ആവശ്യത്തിന് തൊഴിലാളികൾ ഇല്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു. മുഴുവൻ KSRTC ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കണം. BJP മൂവാറ്റുപുഴയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. PO ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം KSRTC ഓഫീസിന് മുന്നിൽ സമാപിച്ചു. കോൺഗ്രസ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് അനിൽ കാഞ്ഞിലി ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യയാത്ര പ്രിയദർശിനി പദ്ധതിക്ക് മൂവാറ്റുപുഴയിൽ ഡബിൾ ബെല്ലടിച്ച് മാത്യു കുഴൽനാടൻ MLA. പദ്ധതിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി സ്ത്രീജനങ്ങളാണ് മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയത്. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യയാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ മൂവാറ്റുപുഴ നിയോജക മണ്ഡലം ഉദ്ഘാടനം നടത്തി. മൂവാറ്റുപുഴ KSRTC ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ മാത്യു കുഴൽനാടൻ MLA പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന ഒരു ദിവസമാണ് ഇന്ന്. കാരണം കേരളത്തിലെ സ്ത്രീകൾക്ക് KSRTC സൗജന്യ യാത്ര ഉണ്ടാകുമെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് UDF നൽകിയ വാഗ്ദാനം ഒരു സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ സർക്കാർ ആദ്യത്തെ ക്യാബിനറ്റ് എടുത്ത ഒരു തീരുമാനം ഇന്ന് ഔപചാരികമായി നടപ്പിലാക്കുകയാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ സ്ത്രീകൾക്ക് എല്ലാവർക്കും ഉള്ള വലിയൊരു അംഗീകാരമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. പല കോണുകളിൽ നിന്നും ഇതിന്റെ സാമ്പത്തിക വശം മാത്രം നോക്കിയുള്ള വിമർശനം ഉണ്ടാകുന്നുണ്ട് എങ്കിലും ഇതിന്റെ സാമൂഹ്യ വശം മനസ്സിലാക്കാതെ, ഇതിന്റെ സാമൂഹ്യ ഇമ്പാക്ട് മനസ്സിലാക്കാതെ ഈ പദ്ധതിയെ വിമർശിക്കുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല. നാളുകളിൽ ഇതൊരു സ്ത്രീകളുടെ ശാക്തീകരണമായി, സമൂഹത്തിന് ഒരു ശാക്തീകരണമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി സ്ത്രീജനങ്ങളാണ് KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയത്. മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, UDF പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, ആശാ പ്രവർത്തകർ, നഗരസഭാ കൌൺസിലർമാർ, പഞ്ചായത്ത് മെമ്പർമാർ, ഹരിതകർമ്മസേന പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന മുഹൂർത്തത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രിയദർശിനി, ഇന്ദിരാഗാന്ധിയിലെ പ്രിയദർശിനി, സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്ന് പറയുന്നത് വലിയൊരു സ്വപ്നം തന്നെയായിരുന്നു. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ പടിവാതിക്കലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുക. ഇന്നിവിടെ വന്നിരിക്കുന്ന സ്ത്രീകളുടെ ആവേശം കാണുമ്പോൾ ഈ ഒരു പദ്ധതിയെ കേരളം മുഴുവൻ നെഞ്ചിലേറ്റി എന്നതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ്. സ്ത്രീകള് പ്രതിദാനം ചെയ്യുന്ന ഒരു നിറമായിട്ട് പറയുന്നത് പിങ്കാണ്. ഇവിടെ മുഴുവൻ ഒരു പിങ്കും മയമാണ്. ഇവിടെ നിൽക്കുമ്പോൾ സത്യം പറഞ്ഞ സ്വപ്ന തുല്യമായ ഒരു പദ്ധതിക്ക് ഇവിടെ തുടക്കം കുറിക്കുമ്പോൾ അതിന്റെ ഭാഗവാക്കാകും വരുന്നത് സെന്റ് അഗസ്റ്റിൻസിലെ വിദ്യാർത്ഥികളെ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട്. നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം, നമുക്ക് മിച്ചം വെക്കാൻ, നമുക്ക് കൂട്ടിച്ചേർക്കാൻ, സ്ത്രീ ശാക്തീകരണം നടപ്പാക്കാൻ ഇന്ന് നമ്മുടെ ഗവൺമെന്റ് മുന്നിട്ടിറങ്ങുകയാണ്. മൂവാറ്റുപുഴയിൽ നിന്ന് വൈറ്റിലയിലേക്കാണ് ആദ്യ ബസ് സർവീസ് നടത്തിയത്. സ്ത്രീകൾക്ക് സൗജന്യമുള്ള ഓർഡിനറി ബസ്സുകൾ തിരിച്ചറിയാനായി ബസ്സുകളിൽ പ്രിയദർശിനി സ്റ്റിക്കർ പതിച്ചിട്ടുണ്ട്. വരുമാനമോ പ്രായമോ പരിഗണിക്കാതെയും പ്രത്യേക നിബന്ധനകളില്ലാതെയുമാണ് ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ സൗജന്യയാത്രാ സൗകര്യം ലഭ്യമാക്കിയിരിക്കുന്നത്. മൂവാറ്റുപുഴ ഡിപ്പോയിൽ നിന്ന് നിലവിൽ 37 ഓർഡിനറി സർവീസുകളാണുള്ളത്. പിറവം, കാക്കനാട്, തൊടുപുഴ, പോത്താനിക്കാട്, പൈങ്ങോട്ടൂർ, പെരുമ്പാവൂർ, കോതമംഗലം, കൂത്താട്ടുകുളം എന്നിവിടങ്ങളിലേക്കാണ് പ്രധാനമായി ഈ സർവീസുകൾ നടത്തുന്നത്. നഗരസഭയുടെ ഡംപിംഗ് യാർഡിൽ സന്ദർശനം നടത്തി LDF കൗൺസിലർമാർ.
3 മാസമായിട്ട് യന്ത്രങ്ങൾ തകരാറിലാണെന്നും ആവശ്യത്തിന് തൊഴിലാളികൾ ഇല്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു. മൂവാറ്റുപുഴ നഗരസഭയുടെ ഡംപിംഗ് യാർഡിൽ സന്ദർശനം നടത്തി നഗരസഭയിലെ LDF കൗൺസിലർമാർ. കഴിഞ്ഞ 9 മാസത്തെ മാലിന്യം നീക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് പ്രതിപക്ഷ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തിയത്. 3 മാസമായിട്ട് യന്ത്രങ്ങൾ തകരാറിലാണെന്നും ആവശ്യത്തിന് തൊഴിലാളികളില്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു. പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ടുള്ള മാലിന്യം ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണെന്നും എന്നാൽ ഇപ്പോൾ അതല്ല നടക്കുന്നതെന്നും ഇതിനെതിരെ പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ജനങ്ങളെ സംഘടിപ്പിച്ച് സമരം നടത്തുമെന്നും പ്രതിപക്ഷ നേതാവ് മജീദ് മങ്ങാടൻ പറഞ്ഞു. 9 മാസമായിട്ട് ഉണ്ടായ വേസ്റ്റാണെന്നാണ് പറയുന്നത്. ഈ സാധനങ്ങൾ ഇവിടുന്ന് മാറ്റാൻ വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. കാരണം ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വം നഗരസഭയുടെ ഭാഗത്ത് ഉണ്ടാകാത്തതാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് പ്രോസസ്സിങ് കഴിഞ്ഞിരിക്കുന്ന വേസ്റ്റ് ഇവിടുന്ന് എടുത്ത് മാറ്റുന്നതിന് വേണ്ട എല്ലാ നടപടികളും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് ഒരു അത്യാവശ്യ ഘട്ടമാണ്. എന്നാൽ ഇപ്പോൾ ഇവിടെ അതല്ല നടക്കുന്നത്. ഇത് വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഒന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങളൊരു സമരവുമായിട്ട് വരാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മഴക്കാലമായതിനാൽ പകർച്ചവ്യാധികൾ പടരാൻ സാധ്യതയേറെയാണെന്നും പ്രതിപക്ഷം പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ LDF കൗൺസിലർമാരായ കിഷോർ NM, റബിൻസ് T അലിയാർ, സജി TA, രജനി സജീവ്, അമ്പിളി ബിജു, ജയ സുഗു എന്നിവരാണ് സന്ദർശനം നടത്തിയത്. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മുഴുവൻ KSRTC ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യയാത്ര ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് BJP മൂവാറ്റുപുഴയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മൂവാറ്റുപുഴ PO ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം KSRTC ഓഫീസിന് മുന്നിൽ സമാപിച്ചു. കേരളത്തിലെ മുഴുവൻ KSRTC ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യയാത്ര ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് BJP എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും ധർണയും നടത്തി. മൂവാറ്റുപുഴ PO ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം KSRTC ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണാ സമരം ജില്ലാ പ്രസിഡന്റ് PP സജീവ് ഉദ്ഘാടനം ചെയ്തു. അത് കേവലം ഓർഡിനറി ബസ്സിലാക്കി മാത്രം നിജപ്പെടുത്തിക്കൊണ്ട് VD സതീശൻ ഗവൺമെന്റ് അധികാരമേറ്റതിന് ശേഷം ആ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ആദ്യമായിട്ട് തന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വാക്കുപാലിക്കാത്ത ഒരു നിലപാടാണ് ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്നത്. പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത്, UDFന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത്, അധികാരത്തിൽ വരുന്ന സമയം UDF അധികാരത്തിൽ വരുന്ന സമയം കേരളത്തിലെ KSRTC ബസ്സുകളിലെല്ലാം ഫ്രീ ആയിട്ട് വനിതകൾക്ക് യാത്ര ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അത് ഓർഡിനറി ബസ്സായാലും അതുപോലെ ഫാസ്റ്റ് ബസ്സായാലും എക്സ്പ്രസ് ആണെങ്കിലും ഏത് വാഹനം KSRTC ബസ്സാണോ അത് ഫ്രീ ആക്കി മാറ്റിക്കൊണ്ട് വനിതകളെ സംരക്ഷിക്കും, അവരോടൊപ്പം നിൽക്കും. ജില്ലാ ജനറൽ സെക്രട്ടറി ET നടരാജൻ, മഹിളാ മോർച്ച നേതാക്കളായ പ്രീതി KP, സുജ സുനിൽ, ഷൈനി K പോൾ, ജില്ലാ സെക്രട്ടറി റോയി എബ്രഹാം, മണ്ഡലം പ്രസിഡന്റുമാരായ ബിനു കുമാർ, അരുൺ കോലഞ്ചേരി, മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോണി തുടങ്ങിയവർ പ്രസംഗിച്ചു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. കോൺഗ്രസ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ചു. കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് അനിൽ കാഞ്ഞിലി ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് ഷാജൻ OK അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ബ്ലോക്ക് കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. 2 വയസ്സുകാരൻ നായയ്ക്ക് പുതിയ ജീവിതം. ജനൽ കമ്പിയിൽ അനങ്ങാൻ പോലും ആകാത്ത വിധം കെട്ടിയിട്ടിരുന്ന നായയെ ദയാപ്രവർത്തകരെത്തിയാണ് രക്ഷപ്പെടുത്തിയത്. സാമ്പത്തിക തട്ടിപ്പിൽപ്പെട്ട് നാടുവിട്ട കുടുംബം വാടക വീട്ടിൽ ഉപേക്ഷിച്ച ലോക്കി എന്ന 2 വയസ്സുകാരൻ നായയ്ക്ക് പുതിയ ജീവിതം.
ജനൽക്കമ്പിയിൽ അനങ്ങാൻ പോലുമാകാത്ത വിധം കെട്ടിയിട്ടിരുന്ന നായയെ ദയ ആനിമൽ വെൽഫെയർ ഓർഗനൈസേഷൻ സന്നദ്ധ പ്രവർത്തകരെത്തി രക്ഷപ്പെടുത്തി. വാരപ്പെട്ടി പഞ്ചായത്ത് 10-ാം വാർഡിലെ രാധാകൃഷ്ണൻ എന്നയാളുടെ വാടക വീട്ടിൽ കെട്ടിയിട്ടിരുന്ന നായയെയാണ് സംഘം രക്ഷപ്പെടുത്തിയത്. 2 ആഴ്ച മുൻപാണ് വാടകയ്ക്ക് താമസിച്ചിരുന്ന കുടുംബം താമസം മാറിപ്പോയത്. അന്നു മുതൽ നായ ഇവിടെ ജനലിൽ കെട്ടിയിട്ട നിലയിലായിരുന്നു. കുടുംബത്തിനെ പലതവണ ഫോണിൽ ബന്ധപ്പെട്ട് നായയെ കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടെങ്കിലും തയ്യാറായില്ല. തുടർന്നാണ് വീട്ടുടമസ്ഥൻ ദയ ആനിമൽ വെൽഫെയർ ഓർഗനൈസേഷനെ വിവരമറിയിച്ചത്. ദയാ പ്രവർത്തകരായ അമ്പിളി പുരക്കിലും അമലേഷ് വിജയനും സ്ഥലത്തെത്തി. തുടർന്ന് പഞ്ചായത്ത് അംഗത്തിന്റെ സാന്നിധ്യത്തിൽ നായയെ മോചിപ്പിക്കുകയും നായയ്ക്ക് ഭക്ഷണവും വെള്ളവും നൽകുകയും ചെയ്തു. വാരപ്പെട്ടി സ്വദേശിയായ രാധാമണി ലോക്കിയെ ഏറ്റെടുത്തു. പേഴയ്ക്കാപ്പള്ളി പള്ളിച്ചിറങ്ങരയിൽ KSRTC ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം. ഞായറാഴ്ച വൈകിട്ടുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരനായ ചെറുവട്ടൂർ പോണാക്കുടിയിൽ സുബൈറിന് ദാരുണാന്ത്യം. മൂവാറ്റുപുഴ പേഴയ്ക്കാപ്പള്ളി പള്ളിച്ചിറങ്ങരയിൽ KSRTC ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. ചെറുവട്ടൂർ പോണാക്കുടിയിൽ സുബൈർ ആണ് മരിച്ചത്. ചെറുവട്ടൂരിൽ നിന്ന് സ്കൂട്ടറിലെത്തിയ സുബൈർ ബൈപ്പാസ് റോഡിൽ നിന്ന് MC റോഡിലേക്ക് പ്രവേശിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഈ സമയം പെരുമ്പാവൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസ് സ്കൂട്ടറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടം നടന്നയുടൻ ഓടിയെത്തിയ നാട്ടുകാരും മറ്റു വാഹനയാത്രക്കാരും ചേർന്ന് സുബൈറിനെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചെറുവട്ടൂർ കവലയിൽ പച്ചക്കറിക്കട നടത്തി വരികയായിരുന്നു സുബൈർ. ഭാര്യ നസീറ, മക്കൾ ബാദുഷ, ഭീമ. അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. വാളകം പഞ്ചായത്തിലെ 7-ാം വാർഡിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വാർഡ് മെമ്പർ ഷേർലി CV വിദ്യാർത്ഥികൾക്ക് സ്നേഹോപകാരം വിതരണം ചെയ്തു. വാളകം പഞ്ചായത്തിലെ 7-ാം വാർഡിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ ഷേർലി CVയുടെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വാർഡിലെ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് മെമ്പറുടെ സ്നേഹോപഹാരം വിതരണം ചെയ്തു. PN മനോജ്, എൽദോസ് MP, CJ ബാബു, MI വിൽസൺ, ചാക്കോ എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. റോഡിലേക്ക് ചാഞ്ഞു നിന്നിരുന്നതും യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തിയതുമായ മരച്ചില്ലകളും കാടുകളും വെട്ടിമാറ്റി റാക്കാട് സ്വപ്ന ക്ലബ് പ്രവർത്തകർ വീണ്ടും മാതൃകയായി. ഞായറാഴ്ച ക്ലബിന്റെ നേതൃത്വത്തിൽ ലൈബ്രറി പരിസരം മുതൽ റാക്കാട് പള്ളിത്താഴം വരെയുള്ള പരിസരങ്ങളിലെ തടസ്സങ്ങൾ നീക്കി. വാളകം പഞ്ചായത്ത് പ്രസിഡന്റ് രജിത സുധാകരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ചയും ക്ലബിന്റെ നേതൃത്വത്തിൽ അമ്പലമ്പടി ചെക്കിടാം റോഡ് പരിസരങ്ങളിലെ തടസ്സങ്ങൾ നീക്കിയിരുന്നു. നിർമ്മല കോളേജിൽ സംഘടിപ്പിച്ച ത്രിദിന ശില്പശാല സമാപിച്ചു. നിർമ്മല കോളേജ്, മൂവാറ്റുപുഴ IUCAA സെന്റർ ഫോർ അസ്ട്രോണമി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ന്യൂമാൻ കോളേജ് തൊടുപുഴ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച UVIT, HST ആൻഡ് JWST ഉപയോഗിച്ചുള്ള ഗ്യാലസ്റ്റിക് അസ്ട്രോഫിക്സ് എന്ന ത്രിദിന ശില്പശാല സമാപിച്ചു. ഗാലക്സികളുടെ പഠനത്തിലും ആധുനിക നിരീക്ഷണ ജ്യോതിശാസ്ത്രത്തിലും ഉണ്ടായ പുതിയ മുന്നേറ്റങ്ങൾ പരിചയപ്പെടുത്തുന്നതിനായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. MCS Hospital, we take care of your health. മൂവാറ്റുപുഴ റാക്കാട് കരമടത്തിൽ പരേതനായ വേലായുധൻ നായരുടെ ഭാര്യ ഭാനുമതിയമ്മ നിര്യാതയായി. സംസ്കാരം നടത്തി മക്കൾ സുലേഖ, ഗിരീഷ് കുമാർ, പരേതനായ ശ്രീകുമാർ. മരുമക്കൾ വിപിനൻ ചൂരക്കാട്ട്, ആനിക്കാട്, വിജയലക്ഷ്മി കളരിക്കൽ. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.